നെഹമ്യ ഭയങ്കര ചുറുചുറുക്കുള്ള പയ്യനാ. അവന് പുറത്തിറങ്ങി കളിക്കാൻ പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ വീട്ടിലെത്തിയാലോ നെഹമ്യയുടെ ജീവൻ വീഡിയോ ഗെയിംസിലാ. സമയം പോകുന്നത് അവൻ അറിയുകയേയില്ല. ഇനി മൊബൈൽ കിട്ടിയാലോ ചാർജ് തീരുന്നതുവരെ ഗെയിം തന്നെ. ഗെയിമിങ്ങിൽ നെഹമ്യയെ തോൽപ്പിക്കാൻ ആരുമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ അവനതൊരു ബോറൻ പണിയായിരുന്നു. ഗെയിംസിനോടുള്ള ആ ഒരു താല്പര്യം പള്ളിക്കോ പ്രാർത്ഥനയ്ക്കോ അവൻ കൊടുത്തിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം കളിച്ച് കളിച്ച് നെഹമ്യ അറിയാതെ ദൂരെ എവിടെയോ എത്തിപ്പെട്ടു. ഇരുട്ടുകൂടിയതോടെ അവൻ്റെ പേടി ഓരോ രൂപങ്ങളായി കണ്ണിൽ തെളിയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചുപോയി. ആ സമയത്താണ് പണ്ട് കേട്ട ബൈബിൾ കഥകൾ അവന് ഓർമ്മ വന്നത്. ദാവീദിനെയും ദാനിയേലിനെയും കാത്ത ദൈവത്തെ അവൻ ഓർത്തു. ആ ഇരുട്ടിലും ഈശോ കൂടെയുണ്ടെന്നവന് തോന്നി. അന്നു മുതൽ നെഹമ്യ എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി. പ്രിയപ്പെട്ട മക്കളെ, കളി തമാശകളൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരിക്കലും ദൈവത്തിന് പകരമാവില്ല. നമ്മൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും, വഴി നടത്തും, മനസ്സിന് വലിയൊരു സമാധാനം നൽകും.